عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. അഹ്കാമുൽ വുളൂആണ് പറയുന്നത്. അഹ്കാമുൽ വുളൂഇ അലാ സലാസത്തി അഖ്സാം. വുളൂ 3 ഇനാണ്. ഇവിടെ പറയുന്നത് ഫർള്, വുജൂബ്, മന്ദൂബ്. ഫർളും വുജൂബും വ്യത്യാസമുണ്ടല്ലോ നമ്മളെ മതബിലെ. ഈ കറാഹത്തും ഉണ്ട് കേട്ടോ. ഹറാമും ആവും ചിലപ്പോൾ വുളൂ ഉണ്ടാക്കില്ല. ഇപ്പം വഖൂഫായ കുടിക്കാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട വെള്ളത്തിൽ നിന്ന് വുളൂ ഉണ്ടാക്കൽ ഹറാമല്ലേ? അപ്പം നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകാൻ ലവ്വലു ഫർളുൻ. ഖത്ഇയ്യ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടതിനാണല്ലോ ഫർള് എന്ന് പറയാം. ഖത്ഇയ്യ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടതിനാണ് ഫർള് എന്ന് പറയാം. അലൽ മുഹദ്ദിസി, അശുദ്ധിയുള്ള വ്യക്തിക്കാണ് നിർബന്ധം. എപ്പോൾ അലി സ്വലാത്തി നിസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ. വലവുക്കാനത്ത് നഫിലൻ, സുന്നത്ത് നിസ്കാരമാണെങ്കിൽ പോലും. കാരണം അള്ളാഹു ലാ യഖ്ബലു സ്വലാത്തൻ ബിഗൈരി തഹൂർ എന്ന ഹദീസ്. ഒരു നിസ്കാരം അള്ളാഹുവിനെ സ്വീകരിക്കില്ല ശുദ്ധിയില്ലാതെ എന്ന ഹദീസ് വന്നു. അവിടെ ഫർളായ നിസ്കാരമെന്നോ സുന്നത്തായ നിസ്കാരമെന്നോ പറഞ്ഞിട്ടില്ലല്ലോ. നിസ്കാരം സംഗതി സുന്നത്താണ്. നിസ്കരിച്ചില്ലെങ്കിൽ കുറ്റമൊന്നും കിട്ടില്ല. പക്ഷെ വുളൂ ഉണ്ടാക്കൽ നിർബന്ധമാണ്. വുളൂ ഉണ്ടാക്കാതെ നിസ്കരിച്ചാൽ കുറ്റം കിട്ടും ചെയ്യും. വുളൂ ഉണ്ടാക്കാതെ നിസ്കരിക്കാമെന്നൊരാൾ വിശ്വസിച്ചാൽ മുതവാത്തിറായി സ്ഥിരപ്പെട്ടതാണ്, കാഫിറാവുകയും ചെയ്യും. വലി സ്വലാത്തിൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിന് വേണ്ടി. കാരണം ജനാസ നിസ്കാരം നിസ്കാരം തന്നെയാണല്ലോ. റുക്കൂവും സുജൂദൊക്കെ ഇല്ല എന്നല്ലേ ഉള്ളൂ. പൂർണ്ണമായ നിസ്കാരം ഇല്ലെങ്കിൽ പോലും. അപ്പോൾ സജദ് തിലാവത്തി, തിലാവത്തിൻ്റെ സുജൂദും അതുപോലെ തന്നെയാണ്. വലംസുൽ ഖുർആനി വലുവായ, ഖുർആൻ തൊടാനും ഒരായത്താണെങ്കിൽ പോലും, ഖുർആൻ എഴുതപ്പെട്ട ഒരായത്താണെങ്കിൽ പോലും ഖുർആൻ തൊടണമെങ്കിൽ പൊതുവാ ഫർളാണ്. അള്ളാഹു പറഞ്ഞില്ല ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. അപ്പോൾ ഖുർആൻ തൊടുക. ഈ ഖുർആൻ തൊടുക എന്ന് പറയുമ്പോൾ ഈ എഴുതിയ സ്ഥലം അതിൻ്റെ പക്കമൊക്കെ പെടും കേട്ടോ. ഖുർആനിൽ ഇപ്പോൾ എഴുതിയൊരു സ്ഥലം ഉണ്ടല്ലോ, അതിമേ തൊടൽ മാത്രമൊന്നുമില്ല. ഇനി സൈഡ് തൊടുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതേമാതിരിയുള്ള സൈഡ് തൊടുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അത് ഖുർആൻ തന്നെയാണ്. അതിന് ബഹുമാനം അതിനുണ്ട്. വരൽ ഇനി വരിൻ്റെ ഇടയിൽ തൊട്ടാലും ഖുർആൻ തന്നെ. എഴുതപ്പെട്ടാനാവണമെന്നില്ല. ഖുർആൻ തൊടുകയെന്നാണ് പറഞ്ഞത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ഇനി പേർഷ്യൻ ഭാഷയിൽ എഴുതിയാലും തൊടാൻ പാടില്ല എന്നാണ് അല സ്വഹീഹി എന്നിവിടെ കൊടുത്തത്. വസാനി, രണ്ടാമത്തത് വാജിബാണ്. അതേതൊക്കെയാ? ലി തവാഫ് ബിൽ കഅബ, കഅബൻ തവാഫ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ തവാഫ് പറഞ്ഞാൽ നിസ്കാരത്തിന് പകരമുള്ളൊരു സാധനമാണ്. സംസാരിക്കാൻ പറ്റും. നിസ്കാരത്തിന് പകരമെന്ന് പറയുമ്പോൾ നമ്മളിഞ്ഞ് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയരുത്. തവാഫിന് സംസാരിക്കാം. ഇപ്പോൾ ഒരാൾ കഅബത്തിൻ്റെ അടുത്തൊക്കെ ചെല്ലുകയാണെങ്കിൽ നിസ്കരിക്കുന്നതിന് പകരം എന്താ വേണ്ടത്? അയാൾ തവാഫ് ചെയ്യാണ് വേണ്ടത്. നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത ഉള്ളൂ തവാഫിൽ. കാരണം നിസ്കാരം മാതിരിയുള്ള കുറേ നീണ്ടു നിൽക്കുന്നൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് ആ വിധി വരാൻ കാരണം. ബാക്കി വുളൂ വേണം, ഔറത്ത് മറക്കണം, അങ്ങനെയുള്ള കുറേ ഷർത്തുകളുണ്ടല്ലോ. അതാണ്. അപ്പോൾ പിന്നെ വുളൂ നിർബന്ധമാണ്. പിന്നെ മൂന്നാമത്തത് മന്ദൂബാണ്, സുന്നത്തായ വുളൂ. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് വുളൂ സുന്നത്തുള്ളത്? ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കിതാബ് ഓതുന്നുണ്ട്. കിതാബ് ഓതാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ വുളൂ ഉണ്ടാക്കിയത് സുന്നത്താണ്. കിതാബ് തൊടാൻ വേണ്ടി ഒന്നാമത് പറയുന്നതിൽ നൗമി അലാ ത്വഹാറത്തിൻ, ശുദ്ധിയോടെ ഉറങ്ങാൻ വേണ്ടി. ശുദ്ധി ഉണ്ടാക്കി ഉറങ്ങുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കിൻ്റെ ആദാബുകളിൽപ്പെട്ട. ദിക്റും ദുആയൊക്കെ ചൊല്ലുക എന്ന് പറയുന്നത് പോലെയോ അതിലപ്പുറമൊക്കെയാണ് വുളൂ എടുത്ത് ഉറങ്ങുക എന്ന് പറയുന്നത്. ഉറങ്ങാൻ വേണ്ടി വുളൂ എടുക്കൽ ത്വഹാറത്തി, ശുദ്ധീകരണത്തിന്. ഇനി നോമി അലാ ത്വഹാറ, ശുദ്ധിയോടുകൂടെ ഉറങ്ങി. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ
ഈമാനോടുകൂടി മരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിൽ വലിയ പുണ്യമുണ്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഒതുണ്ടാക്കാൻ അങ്ങോട്ട് തോന്നൂല. കിടക്കുമ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് പെട്ടെന്ന് പോയി കിടക്കാനാണ് തോന്നുന്നത്. കാരണം പുണ്യം കൂടിയാൽ അങ്ങനെയാണ്, ചില കാര്യങ്ങൾക്ക് മടി ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ നിസ്കാരത്തിന് വേണ്ടി കാത്തുക്കുക എന്നുള്ളത് ഭയങ്കര കൂലിയുള്ള കാര്യമാണ്. പക്ഷേ അതിന് നമുക്ക് കഴിയൂല. ഇക്കാമത്ത് കൊടുക്കാൻ കൃത്യനേരത്തിന് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അത് 2-3-4 മിനിറ്റ് നിസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കാൻ കാത്തുക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും പറയാം, ആത്മഹത്യാപരം എന്നൊക്കെ പറയില്ല, മനസ്സും കെട്ട് സമ്മതിച്ചിട്ടില്ല. പക്ഷേ അതിന് ജിഹാദിൻ്റെ കൂലി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഇന്തിലാറു സ്വലാത്തി ബഅദ സ്വലാ എന്നുള്ളത് മലക്കുകൾ ദ്വാരക്കും പൊറുക്കലിനത്തോടെന്നൊക്കെയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇന്നുമാതിരി ഉറങ്ങുമ്പോൾ അങ്ങോട്ട് നമ്മൾ നേരം വൈകിയിട്ടുണ്ടാവും, പിന്നെ ഇനി മുഖത്തും കയ്യുമ്പലും ഇങ്ങോട്ട് വെള്ളമാക്കണമെന്നൊക്കെ ഇങ്ങോട്ട് തോന്നും. ഉറങ്ങണ്ടേ പെട്ടെന്ന് കരുതിയിട്ട്, അതുകൊണ്ട് ഉറങ്ങാക്കൊന്നുമില്ല. അപ്പോൾ ശുദ്ധിയോടുകൂടി ഉറങ്ങുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ അടുത്തത് വലിൽ മുദാവമത്തി അലി, വുളു പതിവാക്കാൻ വേണ്ടി. വുളു പതിവാക്കുക എന്ന് പറഞ്ഞാൽ വുളു മുറിഞ്ഞാൽ അടുത്ത വുളു എടുക്കുക, അതിൻ്റെ ഇടയിൽ എല്ലാ സമയത്തും ശുദ്ധി ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഒന്ന് പറയുന്നുണ്ട്, നൂറുന്നല നൂർ, പ്രകാശത്തിൻ്റെ മേൽ പ്രകാശമാണ് വുളു. പക്ഷേ ഹനഫി മദ്ഹബിൽ മജ്ലിസ് മാറിയാലേ വുളു പുതുക്കൽ സുന്നത്തുള്ളൂ എന്നല്ലാതെ കറാഹത്താണെന്ന് പറയുന്നുണ്ട് തഹ്താവിയിൽ. ഒന്നാം മജ്ലിസ് ഒരു സദസ്സിലിരുന്ന് വെറുതെ പോയിട്ട് ഇങ്ങനെ ഒതുണ്ടാക്കുക, അതിൻ്റെ ആവശ്യമല്ല. വുളു പുതുക്കുക, വുളു എന്നല്ല വുളു, മജ്ലിസ് മാറുമ്പം വുളു മാറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇസ്രാഫാണ്, കാരണം വെള്ളം ഇതിനൊക്കെ വേണമല്ലോ, വെറുതെ ആവശ്യമില്ലാതെ വെള്ളം ചിലവാക്കുന്നത്. അതാണ് കാരണം, കറാഹത്ത് വരാനുള്ള കാരണം. ഇത് വുളുവിനേ ഉള്ളൂ കേട്ടോ. അതിനാ പ്രത്യേകം എടുത്ത് പറഞ്ഞത് വൽ വുളു അലൽ വുളു എന്ന് പറയാൻ കാരണം തയമ്മുമിനും കുളിക്കൊന്നുമില്ല. ഗീബത്തിന് ശേഷം, ഇതൊക്കെ നമ്മളെ ഫിഖ്ഹിൻ്റെ എല്ലാ കിതാബിനും പറഞ്ഞാൽ, ഗീബത്ത് പറഞ്ഞാൽ സഹോദരന് ഇഷ്ടമല്ലാത്ത അവൻ്റെ ഗൈബത്തിൽ പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയാം. അതുകൊണ്ട് ഗീബത്ത് പറയാൻ കാരണം അവൻ്റെ ഗൈബത്തിൽ പറയുന്നുണ്ട്, സാന്നിധ്യത്തിൽ. നമുക്ക് ഇത് കളവ് പറഞ്ഞതിന് വേണ്ടി ഇല്ലാത്ത കാര്യം പറയാം. കളവ് പറയാൻ പറ്റിയ സമയമുള്ളത് 3 സമയമാണ് പറഞ്ഞത് കളവ് പറയാൻ പറ്റിയ. അതിനൊന്നും ഉണ്ടാക്കും വേണ്ട കേട്ടോ. യുദ്ധത്തിൽ കളവ് പറയാം, ശത്രുക്കൾക്കെതിരെയുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട്. പിന്നെന്താണ് അടുത്ത്? രണ്ടാൾക്കിടയിൽ ഐക്യവും രഞ്ജിപ്പും ഉണ്ടാക്കാൻ വേണ്ടി, തെറ്റി നിൽക്കുന്ന രണ്ടാൾക്കാരുടെ ഇടയിൽ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി നുണറിയാം. മൂന്നാമത്തത് ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നുണ പറയാം. ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ വലിയൊരു സംഗതി തന്നെയാണ്. ഞാനങ്ങനെ നമ്മളത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഭാര്യമാരെ തൃപ്തിപ്പെടുത്താൻ നുണ വരെ പറയാമെന്ന് അറിയുമ്പോൾ നമ്മൾ എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് ആലോചിച്ച് നോക്കി. ജീവിതത്തിൽ നമ്മളെ കൂടെയുള്ള ആളാണ് ഭാര്യ. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മളെ ഭാഗത്തുനിന്ന് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാകും. അപ്പം ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നുണ പറയാം, ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഭാര്യ നുണ പറയാം. ഇതൊരു വല്ലാത്തൊരു കൗതുകമുള്ള സംഗതിയാണ് ഇസ്ലാമിൽ. നുണ എന്നുള്ള ഏറ്റവും മോശപ്പെട്ട സംഗതിയാണെങ്കിലും ഭാര്യനോട് എന്ത് ചെയ്യുക? ഇർളാഉൽ ലഹുൽ എന്നാ പറയാം. കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ ഈ ഒരു ഇബാറത്ത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹിൻ്റെ റസൂലും അള്ളാഹു അനുവദിച്ച ഈ ഒരു വലിയ സംഗതി. അപ്പോൾ ഭാര്യമാരെ തൃപ്തിപ്പെടുത്തുന്നതിന് എത്ര പ്രാധാന്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതിലും വലിയ സംഗതി വേറല്ല. പിന്നെ നമീമത്ത്. നമീമത്ത് ഒരു ഖൗമിൻ്റെ അടുത്തുനിന്ന് ഒരാളടുത്ത് മറ്റൊരാളത്തിലേക്ക് വാർത്തെത്തിക്കുക. എന്തിനു വേണ്ടി? അസ്യായത്ത് ബിനഖിൽ ഹദീസ് മിൻ ഖനാജത്തിൽ ഇഫ്സ, ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി, തെറ്റിക്കാൻ വേണ്ടി, അകറ്റാൻ വേണ്ടി, പെടുത്താൻ വേണ്ടി, പാരവെക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? വാർത്തകൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്തിക്കുക. ഈ ഗ്രൂപ്പിൽ നിന്ന് ആ ഗ്രൂപ്പ് കിട്ടുകൊടുക്കുക എന്നൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറയാം. ഈ വാട്സപ്പ് ഗ്രൂപ്പ് നടന്നൊരു ചർച്ച അപ്പുറത്തെ മറ്റേ വാട്സപ്പ് ഗ്രൂപ്പ് കിട്ടുകൊടുക്കുക, വോയിസ് ഇട്ട് കൊടുക്കുക, ഷെയർ ചെയ്യുക. അങ്ങനെ വല്ല ഷെയറും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഇയാളെന്തോ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഷെയർ ചെയ്യാൻ പറ്റും എന്നല്ല പറഞ്ഞത്, ചെയ്തിട്ട് അതുണ്ടാക്കാൻ പോകണം എന്നല്ലേ ഈ പറഞ്ഞത്.
ചെന്മാരെടുത്ത് ഇനി മനഃപൂർവ്വം അല്ലാതെയൊക്കെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പശ്ചാത്താപം, ആ പാപം പൊറിപ്പിക്കാനുള്ളൊരു മാർഗ്ഗമായിട്ട് വുളു ഉണ്ടാക്കുക. ഇതിൻ്റെ ഹിക്മത്ത് നമുക്ക് തിരിയില്ല, പക്ഷേ ആ സംഗതി അങ്ങനെയാണ്. വായിൽ വെള്ളം കൊപ്പിളിക്കുകയും നമ്മൾ കൈ കഴുകുകയും ചെയ്യുമ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കൂടെ നമ്മുടെ പാപങ്ങളൊക്കെ ഒലിച്ചു പോകുന്നു എന്നല്ലേ. കയ്യുമ്മലിപ്പോൾ പാപ്പം ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുകയാണ്, കാലുമൽ പാപ്പം ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുകയാണോ? അങ്ങനെ ചോദിച്ചാൽ പാപ്പം എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് നമ്മളെ ശരീരത്തിനെയൊക്കെ ബാധിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഹൃദയത്തിൽ അതുകൊണ്ട് പുള്ളി വീഴും, നമ്മുടെ നാവിന് അതുകൊണ്ട് പരിക്ക് വരും, നമ്മുടെ കൈകാലുകളിലൊക്കെ വഴുക്ക് പുരളും തന്നെ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ലാഹിർ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓക്കെ, വകുല്ലി ഖതീഅത്തിൻ, ഏത് തെറ്റ് ചെയ്താലും, നമ്മൾ ശർവാനിയിൽ മറ്റു കിതാബിലൊക്കെ വിഷയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചീത്ത പറയാ, കാപട്യം, മൂത്ത് നോക്കിയിട്ട് ചീത്ത പറയാ, ശതീമത്ത്, ദീനിൻ്റെ കാര്യം രഹസ്യമായിട്ട് സൂക്ഷിക്കാതിരിക്കുന്നതിന് കാപ്പട്യം എന്ന് പറയും. പുറത്തേക്കുണ്ട്, അകത്തേക്കില്ല ദീനിൻ്റെ കാര്യം. ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ സുന്നത്തക്കാരുണ്ടാവും, വെള്ളിയാഴ്ച അല്ലെങ്കിൽ വേറെ നിസ്കാരത്തിന് മുമ്പ് പള്ളി വന്നു, വേറെ സമയത്ത് ഉണ്ടാവില്ല. കാപ്പട്യം ആൾക്കാരെ തോന്നിപ്പിക്കാൻ വേണ്ടി പരസ്യമായിട്ട് എല്ലാം ഉണ്ടാവും, രഹസ്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ആൾക്കാരോട് എന്ത് ചെയ്യുക, വെറുതെ മനസ്സിലില്ലാതെ സ്നേഹവും വാത്സല്യവും കാണിക്കുക, പലുബലില്ലാത്തത് നാവുകൊണ്ട് പറയാം. ശരി, അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒതുണ്ടാക്കുമ്പോഴുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഒതുണ്ടാക്കി ശുദ്ധിയാക്കേണ്ട സംഗതിയാണ്, ഞാനിങ്ങനെ അഴുക്കാകുകയാണ് എന്നുള്ളൊരു ബോധം ഈ ഒതുണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടായിത്തീരും. അതപ്പോൾ അതിൻ്റെ ഒരു നേട്ടം ഞാൻ മനസ്സിലാക്കണത്. നമുക്ക് ഇങ്ങനെ ഒതുണ്ടാക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിനുണ്ടാകുന്ന ഒരു ബോധം വരുന്നുണ്ടല്ലോ, ഞാനിപ്പോൾ എന്തിനാ ഒതുണ്ടാക്കണം നുണ പറഞ്ഞതിന്. അപ്പോൾ നുണ എന്ന് പറയുന്ന വലിയൊരു അഴുക്കാണ്. അപ്പോൾ ഞാൻ ഒതുണ്ടാക്കേണ്ടി വരും, വൃത്തിയാവേണ്ടി വരും, ശുദ്ധിയാകേണ്ടി വരും എന്നുള്ളൊരു ചിന്ത ഈ ഒതു കൊടുക്കണ നേരത്ത് വരുന്നത് വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്നതിൽ നിന്ന് അവനൊരു സുരക്ഷയായിട്ട് ഈ വുളു നിലകൊള്ളും. വഖഹഖഹത്തിൻ വഇൻഷാദി ശഅരിൻ, കവിത ആലപിച്ചതിന് വേണ്ടി. മോശപ്പെട്ട കവിതയെ പറഞ്ഞത്, തോന്നിയാസ കവിത ഉണ്ടല്ലോ, അല്ലാതെ സുന്നത്തായ കവിതനെക്കുറിച്ചല്ല പറയുന്നത്, ഷെയർ. പിന്നെ വഖഹഖഹത്തിൻ ഖാരിജ സ്വലാ, നിസ്കാരത്തിൻ്റെ പുറത്ത് പൊട്ടിച്ചിരിച്ചതിന്. നിസ്കാരത്തിൽ പൊട്ടിച്ചിരിച്ച നിസ്കാരം പാത്തിലാവും. അതൊക്കെ ഒരു അശുദ്ധിയാണെന്നാണ് പറയുന്നത്. അതൊക്കെ കഴുകി വൃത്തിയാക്കേണ്ടതാണ്. പൊട്ടിച്ചിരിക്കലൊക്കെ ഒരു അശുദ്ധിയാണ്, ഒരു മലിന വസ്തുവാണ്. അതൊക്കെ ഒതു ഉണ്ടാക്കിയിട്ട് ശുദ്ധിയാക്കേണ്ടതാണ് എന്നുള്ളൊരു സൂചന. വാസ്രി മയ്യത്തിനെ കുളിപ്പിച്ചതിന് വേണ്ടി, ഹംലിഹി മയ്യത്തിനെ ചുമന്നതിന് വേണ്ടിയും, വലി വക്തി കുല്ലി സ്വലാത്തിന്, എല്ലാ നിസ്കാരത്തിൻ്റെ വക്തിന് വേണ്ടി. ഇപ്പോൾ ദൂറിനുണ്ടാക്കിയ ഉളു അസറിനുണ്ടെങ്കിലും അസറിന് വേറെ ഉണ്ടാക്കൽ സുന്നത്താണ്. ഖബല ഖസിൽ ജനാബത്തി, ജനാബത്ത് കുളിന് മുമ്പും ഉണ്ടല്ലോ, ജനാബത്ത് കുളിന് മുമ്പ് ഉളു ഉണ്ടാക്കൽ സുന്നത്താണ്. വലിൽ ജുനബി, ജനാബത്തുകാരനും സുന്നത്താണ്. ഇന്ത അക്ലിൻ, തിന്നുമ്പോൾ. ജനാബത്തുണ്ടായ ഒരാൾ ഭാര്യയുമായി ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ ഹയലോ നിഫാസൊക്കെ അവസാനിച്ചു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവൻ തിന്നാനോ കുടിക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ഒതുണ്ടാക്കൽ സുന്നത്താണ്. വനോമിന് ഉറങ്ങാനും. ഒന്നും ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തതാണ്. ഭാര്യയുമായിട്ടോ മറ്റോ ഒക്കെ കിടന്നതിന് ശേഷക്കാരം വേണമെങ്കിൽ എന്താകുക, ഒരാൾക്ക് ജനാബത്തുണ്ടാകുന്നത്, പിന്നെ ഒന്ന് നീ ചോദുണ്ടാക്കി കിടക്കാറാണ് നല്ല പണി തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്. തഹജ്ജുദിനൊക്കെ നിസ്കരിക്കുന്ന, സുബൈക്കൊക്കെ നേരത്തെ എണീക്കണം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നല്ലൊരു നശാത്ത് കിട്ടും. എന്തോ ഒരു മാനവിയായ ഒരു അശുദ്ധി അവൻ്റെ ശരീരത്തിലുണ്ട് ജനാബത്തോടു കൂടി. അപ്പോൾ നമ്മൾ ശുദ്ധിയോടുകൂടി കിടക്കണം എന്ന് പറഞ്ഞില്ലേ, വുളു ഉണ്ടാക്കി കിടക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് ചെറിയ അശുദ്ധിൻ്റെ സമയത്ത് തന്നെ വുളു ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വലിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ ഏതായാലും എന്താക്കണം, വുളു ഉണ്ടാക്കിയാൽ അതിൻ്റെ കനം അങ്ങോട്ട് കുറക്കാൻ പറ്റും. ആ അശുദ്ധിൻ്റെ തഖ്ഫീഫ്, വലിയ അശുദ്ധിനെ അങ്ങോട്ട് ശരീരത്തിലേക്ക് ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റും. അതിനു വേണ്ടിയാണ് ചുരുങ്ങിയത് വുളു നോക്കണം. കുളിക്കണം എന്നാണ് ചിലപ്പോൾ ബുദ്ധിമുട്ടേക്കാരം. അപ്പോൾ ഈ ശരീരത്ത് ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യാതെ തന്നെ എന്തായി, അതിനുള്ളൊരു എളുപ്പമാർഗ്ഗം പറഞ്ഞു തന്നു. അതേമാതിരി തിന്നുക, കുടിക്കുക, അവിടെയൊക്കെ എന്തോ ഒരു അശുദ്ധി അവിടെ ഉണ്ട്, വലിയ അശുദ്ധിക്കാരന്. അപ്പം വലിയ അശുദ്ധിയൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ ചായ വെള്ളമൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കുടിക്കാതെ നമ്മൾ നോതുണ്ടാക്കി പോയിട്ട് എന്നിട്ട് കുടിക്കുക, ഞാൻ നോതുണ്ടാക്കട്ടെ. അതൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ പകർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സുന്നത്താണ്, നമ്മളത് ഇഷ്ടപ്പെടും. പിന്നെ
പിന്നെ നമുക്കൊരു വെള്ളം കുടിക്കണമെങ്കിൽ അശുദ്ധി ഒന്ന് ഒന്നെങ്കിലും ഉണ്ടാക്കാതെ എന്തോ ഇതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഒരു എഫക്റ്റ് ചെയ്യുന്ന സംഗതിയാണ്. മനസ്സിൽ ഒരു 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 നല്ലൊരു ചിന്ത ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഞാൻ വലിയ അശുദ്ധി അല്ലേ, അപ്പോൾ ഞാൻ അശുദ്ധി ആയിട്ടുണ്ടല്ലേ, അപ്പോൾ ഞാൻ കുടിക്കലും തിന്നലൊക്കെ മോശമല്ലേ. ഈ അശുദ്ധി ഉണ്ടാകുമ്പോൾ കൈമേൽ ചേറോ മറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തിന്നില്ലല്ലോ, കൈ കഴുകിയിട്ടല്ലേ തിന്നുക കുടിക്കുക. അപ്പോൾ അങ്ങനെ ചിന്ത ഉണ്ടാവുകയും നമുക്ക് പെട്ടെന്ന് കുളിക്കാനും ശുദ്ധിയാക്കാനൊക്കെ ഉള്ള ഒരു വ്യഗ്രത, ഇതിന് പറയാം ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരുക്കം അതുകൊണ്ട് ഉണ്ടായിത്തീരും. ഇതുപോലെയെന്ന് വെച്ചാൽ നമ്മുടെ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തൂഫയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ജുമുഅൻ്റെ മുമ്പ് കുളിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ജുമുഅക്ക് ശേഷം കുളിക്കണം. അയാൾ ജുമുഅക്ക് എന്തിനാണ് കുളിക്കണത്? ആൾക്കാരെ സദസ്സക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഇല്ലത്ത് കാരണം പറഞ്ഞ ജുമുഅ കഴിഞ്ഞിട്ട് അയാൾ കുളിക്കുകയാണെങ്കിൽ പിറ്റത്തെ ആഴ്ച എന്തിനായതാണ് ഞാൻ കുളിക്കണത്, അവനെ ജുമുഅൻ്റെ മുമ്പേ കുളിക്കാലോ, ഇതിൽ അത്യാവശ്യമാണ് എന്ന് അയാളെ മനസ്സിൽ കയറും. അപ്പോൾ തിന്നാനും കുടിക്കാനും ഉറങ്ങാനും ഇപ്പോൾ വത്ത് ചെയ്യാനും ഒരിക്കൽ വത്ത് ചെയ്ത് രണ്ടാമത് വത്ത് ചെയ്യാനും എന്ത് ചെയ്യണം? കുളിക്കണം. ഇതൊക്കെ ഒരു സുന്നത്താണല്ലോ വത്ത്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് അശുദ്ധി ആകലല്ല ഇത് ശരിക്ക്. ഇതൊക്കെ ഓരോ സുന്നത്തുകളും പുണ്യകർമ്മങ്ങളുമാണ്. ആ പുണ്യകർമ്മത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഒരു പുണ്യം ചെയ്ത് കയറാൻ ഇപ്പം നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താനോ ജന്നിബി ശൈത്താനോ ഫീമാ റസഖ്തനാ എന്ന് പറയുന്നില്ലേ. ഇപ്പോൾ ബിസ്മി ഇല്ലാട്ടാണ് ഒരാൾ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ ഭർത്താവുമായി ബന്ധപ്പെടുന്നത്, അപ്പോൾ അതൊരു വലിയ പുണ്യകാര്യമാണ്. അപ്പോൾ ബിസ്മി ഒതുണ്ടാക്കുക. വലിയ ഖളബീൻ വലിയ കോപം ഉണ്ടായാൽ അപ്പോൾ ഒന്നുണ്ടാക്കിയാൽ മതി. അത് അശുദ്ധി അല്ലാതെ കോപം ഒരു തീയാണ്, തീ കെടുത്താൻ വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. കോപമൊക്കെ പെട്ടെന്നാണ് പോയിക്കോളും. ഖുർആൻ ഓതാനും ഹദീസ് പാരായണം ചെയ്യാനും റിവായത്തി അത് റിപ്പോർട്ട് ചെയ്യാനും. കാരണം ഖുർആൻ ഹദീസിനും വലിയ ശ്രേഷ്ഠത ഉണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ നാവിൽ നിന്ന് വന്നതാണ് ഹദീസ്. പിന്നെ ഖുർആൻ പറയുവാണ്ടല്ലോ. അപ്പോൾ മുത്തുനബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്ന് വന്ന ആ വാക്കാണല്ലോ നമ്മൾ റിവായത്ത് ചെയ്യുന്നത്. നമ്മളെ തൊള്ളയിൽ ഒന്നല്ലല്ലോ. അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രമുണ്ട്. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതൻ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു. എല്ലാവർക്കും അറിയാലോ, ബുഖാരി മുസ്ലിം അബൂദാവൂദ് എന്നാണ് പറയാം. ബുഖാരി മുസ്ലിം അബൂദാവൂദ് തുർമുദി അല്ലേ, നസായി ഇബ്നു മാജ എന്നാണ് പറയാം. അപ്പോൾ മൂന്നാമത്തെ കിതാബാണ് സിഹായിൻ്റെ കൂട്ടത്തിലുണ്ടെന്ന്. അമീറുൽ ഹദീസിൻ്റെ ഇമാമാണ് ആ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിലെ തന്നെ വലിയൊരു ഹദീസ് പണ്ഡിതനാണ് സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്തുരി റഹ്മഹുല്ല. ഒരിക്കൽ മൂപ്പര് വീട്ടിലേക്ക് വന്നു എന്നാ. നമ്മൾ ഈ ഇൽമിനൊക്കെ ബഹുമാനിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് പറയണത്. നമ്മളിപ്പോൾ കിതാബ് ഓതുന്ന ആൾക്കാരാണല്ലോ, അതിൻ്റേതായ ഒരു ബഹുമാനവും സ്ഥാനമൊക്കെ കൊടുത്തിട്ട് നമ്മൾ നല്ല ആദരിക്കണം എന്ന് പറയാനാണ്. അപ്പോൾ എന്തേപ്പോൾ നിങ്ങൾ പോകുന്നത് ചോദിച്ചു. പുറത്തുനിന്ന് പറഞ്ഞു സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്തുരി വന്നിട്ടുണ്ട് എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം പെരയിൽ പണിക്കാരൻ ചെന്നാണ് മൂപ്പരോട് പറഞ്ഞു, ആഹിലൻ ബസഹ്ലൻ ആ കയറാൻ പറയുമെന്ന് പറഞ്ഞു. എന്തേ ഇപ്പോൾ ഈ അസമയത്തൊരാവശ്യം എന്ന് ചോദിച്ചു. എനിക്കൊരാവശ്യമുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആവശ്യം ഞാൻ പറയാം, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളെനിക്ക് പൂർത്തിയാക്കി തരണം എന്നാണ്. ഒരു ഡിമാൻഡ് ആദ്യം തന്നെ ആവശ്യം പറഞ്ഞോളി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, പക്ഷേ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്കത് സാധിപ്പിച്ച് തരണം എന്നാണ്. ഇൻഷാ അല്ലാഹ് സാധിക്കുമെങ്കിൽ ഞാൻ സാധിപ്പിച്ച് തരാമെന്നാണ്. നിങ്ങളെ നാവിനിക്കൊന്ന് നീട്ടിത്തരണം. അല്ലത്തി ഹദീസ് ബിഹാൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ മുത്തുനബിൻ്റെ ഹദീസ് പറഞ്ഞ നിങ്ങളെ നാവില്ലേ, അതെനിക്കും നിങ്ങൾ നീട്ടിത്തരണോ. ഖബ്ബിലുഹു, ഞാൻ അതിനൊന്ന് ചുംബിക്കട്ടെ എന്നാണ്. എത്ര ഹദീസ്, 5 ലക്ഷം ഹദീസാണ് മൂപ്പര് മനപ്പാടാക്കി എന്ന് പറയുന്നത്. റസൂലുള്ളാഹിൻ്റെ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത്രയും വലിയ ആളായിട്ട് ആ കാലഘട്ടത്തിലെ വലിയ ഇമാമാണ് സഹ്ലു റളിയല്ലാഹു അൻഹു. മൂപ്പരായി പറയണത് നിങ്ങൾ നാവ് നീട്ടി, നേരത്തെ വാക്ക് എന്നല്ല, എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ വീട്ടിൽ തരാമെന്ന്. പിന്നെ നീട്ടി കൊടുക്കില്ല, നിർവാഹമൊന്നുമില്ലല്ലോ. ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു, നാവ് നീട്ടിക്കൊടുത്തു. മഹാനായ സഹ്ലു റളിയല്ലാഹു തആല നാവ് പീന. അയ്യേ തുപ്പൽ, അയ്യേ നാവ് വേറെ ആളെ തൊള്ളാന്നൊന്നും പറയണ്ട. എന്തായാലും ഭാര്യേൻ്റെ തൊള്ളനേക്കാളൊക്കെ മുന്തിയ തൊള്ളനേക്കാൾ ഹദീസ് കൊണ്ട് പറഞ്ഞതുള്ള. നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചേ, വിഷയം പറയേണ്ടപ്പോൾ ഒക്കെ പറയണമല്ലോ. ഒരാൾ കടിച്ചതിനൊക്കെ ബാക്കി കടിച്ചാൻ പാടില്ല, ഒരാൾ കുടിച്ചതിനൊക്കെ ബാക്കി കുടിക്കാൻ പാടില്ല എന്നൊക്കെ വെറുതെ സംസ്കാരശൂന്യമായി നമ്മൾ പറയും. ഒരു മോമിന മനുഷ്യൻ്റെ ബാക്കിയല്ലേ,
ഇന്നിപ്പോൾ ഞാൻ തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ട് ഇങ്ങനെ മധുരം വെക്കണേ കണ്ടു. ഓരോരുത്തർ കടിച്ച് തൊള്ളേക്ക് വെച്ച് കൊടുക്കണ്, കടിച്ച് തന്നെ വെച്ച് കൊടുക്കണം, വേറെ ആളോട് കടിപ്പിക്കണം, മറ്റോടെ കൊണ്ട് കടിപ്പിക്കണം. രാഷ്ട്രീയത്തിനും വലിയ സംഗതിയിലൊക്കെ അത് പറ്റും, അതിനൊന്നും കുഴപ്പമില്ല. ദീനിൽ പറ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ. അല്ല, ഞാൻ ചെയ്യണം എന്നല്ല പറഞ്ഞത്. ഇതൊക്കെ ഒരു അറപ്പും വെറുപ്പുമായിട്ട് കാണാൻ പാടില്ല. മോമിനായ മനുഷ്യനോടുള്ള ബഹുമാനം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ കുടിച്ചതിന് ബാക്കി നമുക്ക് കുടിക്കാൻ പറ്റണം. പാപ്പ കുടിച്ച ഭാര്യ കുടിക്കണം, ഭാര്യ കുടിച്ച മക്കൾ കുടിക്കാൻ പറ്റണം. അത് പല നിലക്കും. അതേപോലെ ഇനി ഉസ്താദുമാർ കുടിച്ചതിൻ്റെ ബാക്കിയൊക്കെ കുടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തങ്ങന്മാർ കുടിച്ചതിൻ്റെ ബാക്കിയൊക്കെ കുടിക്കാൻ വേണ്ടി നമ്മളെ ഈമാൻ ഉണരും. ബാക്കി കുടിച്ചതിൻ്റെ ബാക്കി അയ്യേ, അങ്ങനല്ല. അതിനൊക്കെ ഓരോ ശ്രേഷ്ഠതയും ബഹുമാനമൊക്കെ ഉണ്ട്, ബറക്കത്തുണ്ട് എന്ന് ചുരുക്കം. പിന്നെ സിയാറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിൻ്റെ ഹദറത്തിനെ ബഹുമാനിക്കാൻ വേണ്ടി സിയാറത്തിന് വേണ്ടി വന്നു കൊടുക്കൽ സുന്നത്താണ്. നബിൻ്റെ പള്ളി കയറാനും മുത്തുനബിൻ്റെ ഹദറത്തിൽ നല്ല ശുദ്ധി തന്നെ നിൽക്കുക. അപ്പോൾ വഖൂഫിൻ ബി അറഫ, അറഫയിൽ നിൽക്കാൻ വേണ്ടി. അത് അറഫൻ്റെ മഹത്വം, ശ്രേഷ്ഠതയാണ്. മറ്റേ മുത്തുനബിൻ്റെ ഷറഫാണ്, മറ്റേ അറഫൻ്റെ ശ്രേഷ്ഠതയാണ്. കാരണം അറഫയിൽ നിൽക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് അല്ലാഹു തആല ഇങ്ങനെ മലക്കളോട് പറയും, എൻ്റെ അടിമകൾ കണ്ടില്ലേ, ലക്ഷക്കണക്കിന് ആൾക്കാർ എൻ്റെ മുന്നിൽ ഒരു ഭൂമിയിൽ തടിച്ചു കൂടിക്കണമെന്ന് അള്ളാഹു അഭിമാനം പറയുന്ന അങ്ങനത്തെ പടച്ചോൻ്റെ ശ്രേഷ്ഠമായ സ്ഥലമാണ് അറഫ. അവിടെ നിൽക്കുമ്പോൾ ഒതു വേണം. വലിയ സായി ബൈന സ്വഫാ വൽ മർവ, കാരണം ഇബാദത്താണ്. രണ്ട് സ്ഥലത്തിനും വലിയ മഹത്വമുണ്ട്. വാക്കിലിൽ അഹ്മി ജസൂരിന്, ഒട്ടകത്തിൻ്റെ മാംസം തിന്നതിന്, അത് നമ്മുടെ മതബിൽ അധികമായിട്ടുള്ള സംഗതിയാണ്. ഒട്ടക മാംസം തിന്നാൽ ഒതു ഉണ്ടാക്കൽ സുന്നത്താണ്. നമ്മളത് സുന്നത്താക്കിയിട്ടുണ്ട്. കാരണം ഒതുണ്ടാക്കൽ നിർബന്ധമാണ് എന്നൊരു അഭിപ്രായമുണ്ട്. ഒട്ടകത്തിൻ്റെ മാംസം തിന്നാൽ ഒതുണ്ടാക്കൽ നിർബന്ധമാണ് എന്ന് ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെ മാനിച്ചിട്ട് നമ്മൾ സുന്നത്താക്കി. വലിൽ ഖുറൂജ് മിൻ ഖിലാഫിൽ ഉലമാക്കളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടും, അല്ലെങ്കിൽ അഭിപ്രായത്തിൽ നിന്ന് അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആ അഭിപ്രായ വ്യത്യാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട്. ഏതുപോലെ കമായിദാ മസ്സംറാത്തിൻ്റെ ഒരു പെണ്ണിനെ തൊട്ടാൽ, ഇപ്പോൾ ഷാഫി മദബിൽ പെണ്ണിനെ തൊട്ടാൽ വധു മുറിയും, ഹനഫി മദബിൽ വധു മുറിയില്ല എന്നാണ്. പക്ഷെ അവരെ ഖിലാഫ് മാനിച്ചിട്ട് വധു ഉണ്ടാക്കൽ സുന്നത്താണ്. അതേമാതിരി ഫർജ് തൊട്ടാൽ ഹനഫി മദബിൽ വധു മുറിയില്ല, ഷാഫി മദബിൽ എന്താവും, ഫർജ് തൊട്ടാൽ വധു മുറിയും. എന്നാലും ഹനഫി മദബിൽ സുന്നത്താണ്. ഈ അഭിപ്രായ വ്യത്യാസത്തെ, അതായത് അവൻ്റെ ഇബാദത്ത് എല്ലാവരുടെ അഭിപ്രായത്തിനും സഹിയായി തീരാൻ വേണ്ടി എന്ന് ചുരുക്കം. ഇതൊക്കെയാണ് വുളൂവിൻ്റെ സുന്നത്തുകളെന്ന് പറയുന്നത്. വുളൂവിൻ്റെ സുന്നത്തുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.